എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ജയ്പൂരിലെ ഞങ്ങളുടെ 2 ദിവസത്തെ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജയ്സൽമീറിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ജോധ്പൂരിലെ വിശേഷങ്ങളും അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ കാഴ്ചകളാണ് ഈ 15 മിനിറ്റ് വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നേരെ ഒരു നൈറ്റ് ഡ്രൈവിന് പോവാണ്. വേറൊന്നുമല്ല, നമ്മൾ ജയ്സൽമീറിലോട്ടാണ് പോകുന്നത്. 12 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പകൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് പിന്നെ ഈ 5 ദിവസത്തെ പാക്കേജിനകത്ത് നമുക്ക് ഈ ജയ്സൽമീർ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു നൈറ്റ് ഡ്രൈവ് എടുത്ത് ഇപ്പോൾ ജയ്സൽമീറിൽ എത്താനായിട്ട് പോവാണ്. ജയ്സൽമീർ ശരിക്കും ഒരു മരുഭൂമി തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. പക്ഷേ രാജസ്ഥാൻ യാത്രയിൽ മസ്റ്റായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് ജയ്സൽമീർ. അവിടുത്തെ സ്റ്റേയും പിന്നെ ഏറ്റവും ഭംഗിയുള്ള കോട്ടയും അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ടയാണ്. ഇപ്പം നമ്മൾ ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു റൂം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കോട്ടയുടെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പം ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ രാജസ്ഥാൻ യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. നമ്മളങ്ങനെ ജയ്സൽമീറിലെത്തി ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാവേ. ഭക്ഷണം റെഡിയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു പൊറാത്ത. ഈ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നോർത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഐറ്റംസ് ആണല്ലോ കിട്ടുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ഡലി ഒന്നും വേണം നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളുടെ ഫോർട്ട് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഫോർട്ടിൻ്റെ അതുവരേക്ക് വലിയ വണ്ടികൾ അലോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലോ ഒരു വൈബ് ടീമും. അപ്പോൾ ഒരു യാത്ര ഏറ്റവും ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവരും എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം അല്ലേ. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ആ യാത്ര മനോഹരമാവുള്ളൂ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹവേലി കാണാനാണ്. ഈ ഹവേലി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരങ്ങൾ തന്നെയാണ്. അതായത് ഇവിടുത്തെ രാജാവിൻ്റെ 5 മക്കളുണ്ടായിരുന്നു. ആ 5 മക്കൾക്ക് വേണ്ടിയിട്ട് 5 ഹവേലികൾ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരു ഹവേലിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹവേലി. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട്, അതായത് ശരിക്കും രാജസ്ഥാനിലെ ആളുകൾ എത്രത്തോളം കലാകാരന്മാരാണ് എന്നുള്ളത് നമുക്കിങ്ങനെ ഓരോ പോയിന്റിൽ ചെല്ലുമ്പോഴും മനസ്സിലാവും. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ ആ ഡോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണ് കാണാനല്ലേ. പ്രത്യേകിച്ച് ആ യെല്ലോയിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ജയ്സൽമീറിനെ ഗോൾഡൻ സിറ്റി എന്നാണ് പറയുക. ആ പേര് പോലെ തന്നെ എല്ലായിടത്തും ഗോൾഡൻ കളറിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ ഇപ്പോൾ കോട്ടയായാലും കൊട്ടാരങ്ങളായാലും ഒരു സിമൻറ്റ് പോലും ഉപയോഗിക്കാണ്ടാണ് എല്ലാം പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പം പഴയ കാലത്ത്, അതായത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവിടെ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഫുള്ളിങ്ങനെ മിററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്ത് രസമായിരിക്കും ആ ഒരു രാത്രിയിലത്തെ ഒരു വൈബ് കാണാനായിട്ടല്ലേ. എത്രത്തോളം രാജസ്ഥാൻ്റെ കലയും സംസ്കാരവും വാസ്തുശില്പവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പോയിന്റിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോയും ഫോട്ടോയും റീലും ഒക്കെ നമ്മൾ ഇതിനിടയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എല്ലാം ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. നമ്മളൊരു ഗ്രൂപ്പിനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. വീഡിയോയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്നാലും കഴിയുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിലും രാജസ്ഥാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്കും കിട്ടും. അപ്പം നമ്മൾ ഫോർട്ട് കാണാനാണ് പോകുന്നത്. ജയ്സൽമീർ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പം കാണുന്നത് ക്യൂൻ പാലസ് ആണ്, അതിൻ്റെ അപ്പുറത്ത് കിങ് പാലസ് ആണ്. അപ്പോൾ രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഫേകളുണ്ട്, ഹോട്ടലുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആളുകൾ താമസിക്കുന്ന കോട്ട അത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു കോട്ട എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ഏകദേശം 3000-ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ബ്രാഹ്മിൻ, രജപുത് ഇങ്ങനെ 2 വിഭാഗങ്ങളിലെ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അന്നത്തെ കാലത്ത് രാജാവ് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു. പിന്നെ തലമുറകളായിട്ട് അവരിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടിൻ്റെ മുമ്പിലും എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാ ടൂറിസ്റ്റുകളും എന്നും വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ആളുകളുടെ ഒരു സമാധാനം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു നിമിഷം. അത് കഴിഞ്ഞ് ആ കോട്ട കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പം എത്തിയിട്ടുള്ളത്. ജയ്സൽമീറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. ഇവിടെ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയും. അതായത് ഇങ്ങനത്തെ ക്യാമ്പിലാണ് നമ്മൾ, ടെൻറ്റ് എന്ന് പറയും. ഈ ടെൻറ്റിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അത് നേരെ നമുക്ക് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യാം. ഒരു സഫാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ. എൻ്റെ അമ്മ ഒന്നൊന്നര സഫാരി ആയിരുന്നു കേട്ടോ. ജീപ്പ് സഫാരി അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കണ്ട് ഇപ്പോൾ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ എന്ത് രസമല്ലേ നടന്നു പോകുന്നത് കാണാനായിട്ട്. കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇവിടെയാണ് നമ്മൾ ഒട്ടക സഫാരി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. എല്ലാ സ്ഥലങ്ങളിലും വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഭവമാണല്ലോ. ഞാൻ ഇതിന് മുമ്പ് സവാരി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സുഖമുള്ളൊരു ഏർപ്പാടല്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളിങ്ങനെ വരുമ്പോൾ മാത്രമല്ല, അല്ലാതെ നമുക്ക് എപ്പോഴും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ ഈ ക്യാമ്പിലേക്ക് വന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കലാപരിപാടികളാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കും. അതിന് നടുവിലാണ് ഇവരുടെ കലാപരിപാടികൾ നടക്കുന്നത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനത്തെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും ഒട്ടും കുറയ്ക്കാൻ പോയില്ല. ആ കുട്ടി ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് വന്നു. ഞങ്ങൾ നല്ല തകൃതിയായിട്ട് ശരിക്കും എൻജോയ് ചെയ്തു. നല്ല തണുപ്പും ഉള്ളത് കൊണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അപ്പം എല്ലാവരും കുറേ സമയം നമ്മളിവിടെ ഡാൻസ് ചെയ്ത് തകർത്തു കേട്ടോ. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇന്ന് രാത്രി പരിപാടിയൊന്നുമില്ല. ഡിന്നർ കഴിക്കുന്നു, നേരെ കിടന്നുറങ്ങുന്നു. ഉറങ്ങാനാണെങ്കിൽ നല്ല സുഖവും കൂട്ടിന് നല്ല തണുപ്പും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഉറങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിനി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ജയ്സൽമീറിൽ രാവിലെ നല്ല തണുപ്പ് കേട്ടോ. അവിടെ 12 ആയിരുന്നു. അപ്പോൾ നല്ല ചൂടുകളൊക്കെ കിട്ടിയത് കൊണ്ട് നന്നായിട്ട് കുളിച്ചു, നല്ല ഫ്രഷായി. ഇപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, എല്ലാം ഇവിടെ ഇങ്ങനെ ടെൻറ്റാണ്. ഇതെല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഹോട്ടലിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. നിറയെ ഉണ്ട് കേട്ടോ. അത് മൽറ ഹെറിറ്റേജ് ക്യാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഫുൾ ഇങ്ങനെ സംഭവങ്ങളാണ്. നൈറ്റ് ഒരു 10 മണിക്ക് പാട്ടും ഡാൻസും എല്ലാം അവസാനിപ്പിച്ച് എല്ലാം ഫുള്ളായി. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 9 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ജോധ്പൂരിലേക്കാണ്. ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ജേണി ഉണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം.
ശരിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കുട്ടികളായിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരുപാട് ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് ആരോട് ലേറ്റ് ആവരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ രാജസ്ഥാൻ വരുമ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെയാണ്. അല്ലെങ്കിൽ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടും കാര്യങ്ങളുള്ള സമയമാകുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളങ്ങനെ വണ്ടി കയറിയ ഉടനെ നമ്മളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഡാൻസും പാട്ടും അതേപോലെ നമ്മൾ സിനിമ പേര് ആക്ട് ചെയ്ത് കാണിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും പെട്ടെന്ന് തന്നെ സമയം പോയിട്ടോ. അതിനിടയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല. ഇപ്പം നമ്മൾ മൻഡോർ ഗാർഡൻ കാണാനാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. 50 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോധ്പൂരിലെ രാജാവിൻ്റെ ശവകുടീരമാണ്. അതാണ് ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട്, അതായത് ഒരാളുടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ ശവകുടീരമാണ് ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. അതിനെ വളരെ മനോഹരമാക്കി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഏത് കാലത്തും അതൊരു സ്മാരകം പോലെ തന്നെ ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഗാർഡൻ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, രാജസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും രാത്രി കാണാൻ ലൈറ്റ് ഇട്ടിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വേറൊരു ഭംഗിയാണ്. അപ്പം അങ്ങനെ നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഇവരുടെ ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇപ്പം നമ്മൾ ജോധ്പൂരിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് കാലത്ത് ഒരു ഹവേലി പോലെ തന്നെ പറയാം, ഒരു ചെറിയ കൊട്ടാരം അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ തവണ ഞാൻ രാജസ്ഥാൻ ട്രിപ്പ് ചെയ്തപ്പോഴും ഇവിടെ തന്നെയാണ് ജോധ്പൂരിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇവർക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇവർ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് 9 റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഞങ്ങൾ 2 ഫാമിലി ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള റൂം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പം അതും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണവും അടിപൊളിയാണ്. ഈ ഒരു ആംബിയൻസ് ഒന്ന് നോക്കൂ, എന്തൊരു രസമായിട്ട് അവർ ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു കൊട്ടാരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീലില്ലേ, എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അത് നമുക്കും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമ്മളപ്പോൾ അങ്ങനെ ഇന്നിപ്പം ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ പൂളൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ടും നല്ല തണുപ്പുള്ളത് കൊണ്ടും ആരും പൂളിലൊന്നും ഇറങ്ങാൻ പോകണില്ല. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ എവിടെയും പോവാണ്ട് അതൊക്കെ ഈ ഹോട്ടൽ മാത്രം എൻജോയ് ചെയ്ത് നിൽക്കണം അല്ലേ. എന്തായാലും ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ രാജസ്ഥാൻ യാത്രയുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ്. ഇനി ഒരു ഫോർട്ടും പിന്നെന്താണ് ഒരു ജസ്സും താടാന്ന് പറയുന്ന ഒരു സംഭവം കൂടെയാണ് കാണാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 5 മണിക്കാണ് തിരിച്ച് ഫ്ലൈറ്റ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നമുക്കിനി അടുത്ത സൈറ്റ് സീനിലേക്ക് പോകാം. ഇതാണ് പകലിലെ ഒരു ഭംഗി എന്ന് പറയുന്നത്. രാത്രി നമ്മളിവിടെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. മുൻഭാഗം നോക്കും, എന്ത് ഭംഗിയല്ലേ, അടിപൊളിയല്ലേ. അപ്പം നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫോർട്ട് കാണാൻ. ഇതും വലിയ ഫോർട്ടാണ്. ഈ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റുള്ള ഫോർട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നടന്ന് കാണാനല്ലേ. കണ്ടില്ലേ, ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ? ഇത്രയും ഭാഗം നമുക്ക് എന്തായാലും നടന്നു കയറാനായിട്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ് കേട്ടോ. അതായത് ലിഫ്റ്റിൻ്റെ ചാർജ് അടക്കമാണ് 250 രൂപ. അങ്ങനെ നമ്മൾ ഫോർട്ട് കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. വലിയൊരു ഫോർട്ട് തന്നെയാണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും പിടിക്കും. പിന്നെ അതിനുള്ളിൽ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ
നമ്മൾ അടുത്ത ജസ്വന്താട എന്ന് പറയുന്നൊരു പോയിന്റിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് രാജസ്ഥാൻ്റെ ഒരു താജ്മഹൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. ഇതും അതായത് ഒരു ശവകുടീരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ രാജസ്ഥാൻ യാത്ര 5 ദിവസത്തെ അവസാനിച്ചു. ലാസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ നിൽക്കണേ. എന്തൊരു ഭംഗിയെല്ലാരും, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രാജസ്ഥാൻ? ഇഷ്ടപ്പെട്ടോ? ഷോപ്പിംഗ് ഒക്കെ കാശൊക്കെ കയ്യിലുണ്ടോ? ഇനി വാങ്ങാൻ ഓ അങ്ങനെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആണല്ലോ. അങ്ങനെ ഒരു യാത്രയും കൂടെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ടീം എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു കേട്ടോ. എല്ലാത്തിനും കൂടെ നിന്ന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ ഇതേപോലെയുള്ള യാത്രകളിൽ കൂടാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും ഓരോ ട്രിപ്പുകൾ എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.